ഹലോ ഗൈസ്, ഇന്ന് ഓഗസ്റ്റ് 22 കേട്ടോ. ഇന്ന് കുഞ്ഞാപ്പിയുടെ ബർത്ത് സ്റ്റാർ പിറന്ന നാളാണെന്ന്. അപ്പോൾ അച്ഛനും മോള് രാവിലെ തന്നെ കുളിച്ച് പുറപ്പെട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ അടുത്തുള്ള ടെമ്പിളിൽ പോകാമെന്ന് പറഞ്ഞു. രണ്ടാളും കൂടി കുളിച്ച് പോവുക. കണ്ണേട്ടൻ പോയി വന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാട്ടോ. അങ്ങനെ അവർ പോയി വരുമ്പോഴേക്കും ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നു. ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും അവർ വന്നു കേട്ടോ. അവർ രണ്ടുപേരും കൂടി വന്ന് രണ്ടുപേരും വന്ന് അമ്പലത്തിൽ പോയി വന്നതിന് ഷോയാ അവിടെ പോയി പോറ്റീനെ പ്രാർത്ഥിച്ചതും ഒക്കെ എനിക്കിവിടെ വന്ന് കഥ പറഞ്ഞു തരാം കേട്ടോ. ആളെ എങ്ങനെയാണ് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കണ്ണേട്ടന് ചായ കൊടുത്തു. കാരണം കണ്ണേട്ടന് 8 മണിയാകുമ്പോഴേക്കും പോകണം. അതുകൊണ്ട് വേഗം ചായ കൊടുത്ത് ദോശയായിരുന്നു കേട്ടോ. ദോശ ചട്നി ആയിരുന്നു. അപ്പോൾ അവർ രണ്ടാളും കൂടി അത് അച്ഛനും മോളും കൂടിയാണ് കഴിച്ചത്. കണ്ണേട്ടൻ അങ്ങനെ അതൊക്കെ കഴിച്ച് പോയി. അപ്പോഴേക്കും ഞാൻ സാമ്പാറിന് പരിപ്പ് ഉള്ളി അടുപ്പത്ത് വെച്ചു. അതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും വെജിറ്റബിൾസ് ഇട്ട് ഒന്നുകൂടി വെജിറ്റബിൾസ് ഇട്ട് പുളിവെള്ളവും പാർന്ന് മസാലകളും ഒക്കെ ഇട്ടൊന്ന് വിസിലടുപ്പിച്ചു. പിന്നെ ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം അരപ്പൊക്കെ പാർന്ന് സാമ്പാർ തിളപ്പിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സാമ്പാറിൽ വറവും കൂടി ഇട്ടു. വറവ് കോരി പാരയും കൂടി ചെയ്തതിന് ശേഷം കുഞ്ഞാപ്പിക്ക് ഒരു ഉറക്കിൻ്റെ ഒരു ക്ഷീണമുണ്ട്. കാരണം അവൾ നേരത്തെ 6:30 ആയപ്പോൾ എണീച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് അവളെ ഒന്ന് ഉറക്കി കൊടുക്കുകയും കൂടി ചെയ്തു കേട്ടോ. അവളെ അത്ര നേരത്തെ എണീക്കുന്നതല്ല, എണീച്ച് കഴിഞ്ഞാൽ വേഗം ഉറങ്ങാറുമുണ്ട്. അങ്ങനെ അവൾ വേഗം ഉറങ്ങുകയും ചെയ്തു. അവൾ ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി പണിക്ക് അടുക്കളയിൽ പോന്നു. പിന്നെ ഇത് അവിയലിനുള്ള കഷ്ണങ്ങൾ റെഡിയാക്കി പച്ചക്കറി എടുത്ത് വെച്ചതാണ് കേട്ടോ. അതൊക്കെ എടുത്ത് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ആക്കി ഞാൻ കുക്കറിലിട്ട് വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പാർന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ. അതൊന്ന് വിസിലടിച്ചുമ്പോഴേക്കും ഞാൻ ഉപ്പേരിക്കുള്ള ക്യാബേജ് അരിഞ്ഞെടുക്കാൻ വിചാരിച്ചു. ക്യാബേജും ക്യാരറ്റും കൂടെയാണ്. അപ്പോൾ ആ രണ്ടും കൂടി അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് അരിഞ്ഞെടുത്തപ്പോഴേക്കും അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിരുന്നു. അതെടുത്ത് വെച്ചു. ഞാൻ ഉപ്പേരിക്ക് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. ഉപ്പേരി ആയതിനു ശേഷം അവിയലിലേക്കുള്ള അരപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അരപ്പ് പറഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് ആ രസത്തിനുള്ള കൂട്ട് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്ത് നേരെ അതും പാത്രത്തിലേക്ക് പാർന്നു. അതിലേക്കുള്ള പുളിവെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടോ. അങ്ങനെ ഇത് ആ രസം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം രസത്തിലേക്കുള്ള വറവും കൂടി ഇട്ടിട്ടു. അപ്പോഴേക്കും കുഞ്ഞാപ്പി എണീച്ചിട്ടുണ്ട്. ആള് വേഗം എണീച്ച് വന്ന് എൻ്റെ ബാക്കിൽ നിൽക്കുകയാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ബാക്കിൽ ആളിരിക്കുന്നത്. അത് ആ രസത്തിലേക്കുള്ള വറവും കൂടി ഇട്ടു. അത് കഴിഞ്ഞു അടുത്ത വിഭവം നോക്കി. ഏകദേശം ചെറിയൊരു രീതിയിലൊരു സദ്യ എന്നുള്ള രീതിയാട്ടോ. അങ്ങനെ അടുത്തതായി പച്ചടിക്കുള്ള ബീട്രൂട്ട് വെച്ചിട്ടോ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞ് അതിലേക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെ പാർന്നതിന് കഴിഞ്ഞതിന് ശേഷം അരപ്പും കാര്യങ്ങളൊക്കെ പാർന്ന് വേവിച്ചെടുത്ത് വെച്ചു. പിന്നെ അത്ര വലിയ പരിപാടിയായിട്ട് കഴിക്കില്ല, ജസ്റ്റ് 1-2 പേരെ വിളിച്ചിട്ട് ഒരു ചെറിയ സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള വറവും കൂടി ഇട്ട് ഏകദേശം ഇതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെയാണ് കേട്ടോ. അതായത് ഓഗസ്റ്റ് 22 ഇന്നലത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ